അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. ഇതുണ്ട് ഒരു വെറൈറ്റി സംഭവമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഇത് മീറ്റ് മസാലയുണ്ട്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അങ്ങനെ പൊടികളെല്ലാം ഉണ്ട്. പച്ചമുളക്, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം ചേർത്ത് ഉരുളി അടുപ്പ് വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അതിൻ്റെ എയർ പോയി തീർന്നില്ല കേട്ടോ. അത് കഴിയുമ്പോൾ അത് തുറക്കുമ്പോൾ കാണിച്ചു തരാം എന്ത് വന്നു. ആ ഒരു സാധനം നമ്മളൊന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുവാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചതച്ചൊന്നും അല്ല, ഇത് രണ്ടും അരകല്ലിൽ വെച്ച് ചതച്ച് അതൊക്കെ അരിഞ്ഞെടുത്തിട്ട് കേട്ടോ. നമുക്ക് ഒരു വെറൈറ്റി സംഭവം ഉണ്ടാക്കുന്ന കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്ന സ്പെഷ്യൽ സാധനം ഉണ്ടോ. പോട്ടി എന്നാണോ എന്ന് എനിക്കറിയത്തില്ല. ഇത് രണ്ടും ആൾക്കാർ പോട്ടി എന്ന് പെട്ടെന്ന് പറയും. പോട്ടി എന്ന് പറയുമ്പോൾ വഴക്കുണ്ടാക്കണതിനും ആൾക്കാർ പോട്ടി വെച്ചെന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ ഇതിനെ പോട്ടി എന്നാണ് പറയുന്നത് കണ്ടോ. ഇത് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, അല്പം മസാലപ്പൊടി, പിന്നെ സാദാ മുളക് പൊടി ഇത്രയും ചേർത്ത് 7-8 വിസിലടിച്ച് നമ്മളിത് വാങ്ങി വെച്ചേക്കുന്നതാണ്. ഇനി നമുക്കിത് ഉരുളിക്കകത്ത് എണ്ണ ഒഴിച്ച് വഴറ്റിയെടുക്കാം ഫ്രൈ ആയിട്ട്. ഈ സാധനങ്ങളെല്ലാം ഇതുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് കൊണ്ട് വെച്ചിട്ടുണ്ട്. കറിവേപ്പില ആവശ്യത്തിന് മിച്ചമുണ്ട്, പിന്നെ മസാലപ്പൊടിയുണ്ട്, വെളിച്ചെണ്ണ എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു സ്പെഷ്യൽ സാധനം ഇത് ഞാനിങ്ങനെ ഉണ്ടാക്കുകയോ വീഡിയോ എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത് കാണിക്കുന്നതൊക്കെ കേട്ടോ. അപ്പോൾ നമുക്കിത് ഫ്രൈ ആക്കുന്നതൊന്ന് കാണാം. ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് മൂത്ത് കടുകൊക്കെ ഇട്ട് കടുകും പൊട്ടിയിട്ടു കേട്ടോ. വെളുത്തുള്ളി, ഇഞ്ചി ഇത് നന്നായിട്ടൊന്ന് വരണ്ട് വരട്ടെ. ചതച്ചെടുക്കുക, ഇത് അരിഞ്ഞൊന്നുമില്ല. ചതച്ചെടുക്കുകയാണെങ്കിൽ ഇച്ചിരി ഇടയും ടേസ്റ്റ് ഈ ഇറച്ചിക്കകത്തേക്ക് കിട്ടുമല്ലോ. അതുകൊണ്ട് ചതച്ചെടുക്കുക. ഇത് അതിനൊരു പ്രത്യേക രുചി വരും കേട്ടോ, ചതച്ചിട്ട് കറി വെക്കുന്നതിനൊക്കെ. പണ്ടൊക്കെ ഞങ്ങൾ മത്തി, നെയ്യുള്ള മത്തി ഉണ്ടല്ലോ, കന്നിതുലാ മാസം കാലത്ത് നെയ്യുള്ള മത്തി മേടിച്ച് മുളക് ചാറ് വെക്കും. അത് മുളകും മഞ്ഞളും മാത്രം, മുളക് പൊടിയല്ല. നമ്മൾ വറ്റൽമുളക് കല്ലയിൽ വെച്ച് വെണ്ണ പോലെ അരയ്ക്കും. പിന്നെ മഞ്ഞളും കൂടെ കൂടിയിട്ട് മല്ലിപ്പൊടിയൊന്നും ചേർക്കില്ല. അങ്ങനെ പറ്റിച്ച് എടുക്കുമ്പോൾ ഇതുപോലെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചിടുമായിരുന്നു. വെളുത്തുള്ളി ഇടുകയല്ല, ഇഞ്ചി മാത്രം. ഇഞ്ചി ചതച്ചിട്ട് കറിവേപ്പിലയൊക്കെ ഊരിയിട്ട് മുളക് പറ്റിച്ചെടുക്കുമ്പോൾ അതിനകത്തെ മീനിൻ്റെ ഉണ്ടല്ലോ, മത്തി മീനിൻ്റെ നെയ്യെല്ലാം കൂടെ ഇറങ്ങി ഇഞ്ചി കഷ്ണത്തെ പിടിക്കും. ഇഞ്ചിയുടെ രുചിയെല്ലാം കൂടെ മീനയിൽ പിടിക്കും. ഒരു പ്രത്യേക രുചിയായിരുന്നു അന്നത്തെ ആ മീൻ. ഇപ്പോൾ അങ്ങനെ നെയ്യുള്ള മീനൊന്നും കിട്ടാനുമില്ല. ഇപ്പോൾ അങ്ങനത്തെ കറിയൊന്നും കഴിക്കാറുമില്ല, വയ്ക്കാറുമില്ല. എന്നാൽ ഇപ്പോൾ ഈ ചതച്ചെടുത്തപ്പോൾ ഞാനിതൊന്ന് ഓർത്തപ്പോൾ അതങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്ത് സവോളയും പച്ചമുളകും, ചെറിയ സവോള കേട്ടോ, വലിയ സവോളയല്ല, ചെറിയ സവോള 4 എണ്ണം ഉണ്ട്. ഏകദേശം ഒരു ഉള്ളിയല്ല, സവോളയല്ലാത്ത ഒരു വലിപ്പത്തിലുള്ള ഒരു സൈസ് സവോള. അത് കുറച്ച് പച്ചമുളകും എടുത്തു. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇടാൻ നമുക്ക്. കടയിൽ നിന്ന് വാങ്ങിച്ച കറിവേപ്പിലയാട്ടെ, അതുകൊണ്ട് ഇച്ചിരി വാട്ടമൊക്കെ പറ്റിയിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി എടുക്കുക. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വാടി വരട്ടെ. അപ്പോൾ നമ്മൾ ഇച്ചിരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, അല്പം ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇത്ര സാധനം ഇട്ടേക്കുന്ന ഈ സവോളയ്ക്കും പച്ചമുളകിനും ഈ ചേർത്തതിന് വേണ്ടി മാത്രം ഇട്ടതാണ്. അപ്പോൾ ഇതിനകത്ത് കണ്ടോ, ഇതിനകത്ത് ആവശ്യത്തിനുള്ളതെല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് മീറ്റ് മസാലയും കൂടെ ചേർക്കും. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമുക്ക് ഇറച്ചിയൊക്കെ ചേർത്തെടുക്കാതെ ആവശ്യത്തിനുള്ള മസാലപ്പൊടി ചേർത്തിട്ടോ, മീറ്റ് മസാല. ഇതും കൂടെ ഇത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് ഈ അടുപ്പം ഇരിക്കുന്ന ഇറച്ചി, അതായത് പോട്ടി ഇറച്ചി നമുക്ക് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ വെള്ളവും കൂടെ കൂടി പറ്റി സെറ്റായി എണ്ണ തെളിഞ്ഞ് വരുമ്പോഴാണ് കാണാൻ ഭംഗി, കഴിക്കാൻ രുചി. നമുക്കങ്ങനെ ചെയ്യാവേ. ഉണ്ടോ, ഇങ്ങനെ വരട്ടിയെടുക്കാം. അപ്പോൾ അരപ്പും മസാലയെല്ലാം ഈ പരുവത്തിനായി കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്.
ഇതിന് നന്നായിട്ട് ഇളക്കി കൂട്ടി ഇവിടെ കിടന്ന് വെന്ത വെള്ളം പറ്റി എല്ലാ ടേസ്റ്റുകളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് നല്ല രുചിയായിട്ട് വരുമ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് എടുക്കാം. അപ്പോൾ അതിനുള്ള അത്രയും സമയം ഇത് അടപ്പിൽ കിടന്ന് വെന്ത് വെള്ളം പറ്റി വരട്ടെ കേട്ടോ. ചാറെല്ലാം കൂടെ കുറുകി ഇറച്ചിയെ പിടിക്കണം. അപ്പോഴാണ് രുചി വരുന്നത്. ഇപ്പോൾ ഈ കാണുന്നതല്ല നമ്മൾ അതിൻ്റെ ഫൈനലായിട്ട് എടുക്കുമ്പോൾ കാണുന്നത്. കണ്ടോ വെള്ളം പറ്റി വന്നു കേട്ടോ. കണ്ടോ വെള്ളം നന്നായിട്ട് പറ്റി. അപ്പോൾ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കും. ഇനി ഇതിൻ്റെ വെള്ളം നന്നായിട്ട് പറ്റി ഉണങ്ങി എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. എണ്ണയും നെയ്യും എല്ലാം തെളിഞ്ഞ് വരും കേട്ടോ. അപ്പോഴാണ് കാണാനൊരു ഭംഗി വരുന്നത്. അപ്പോൾ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റുണ്ട്. അത്യാവശ്യം ഇച്ചിരി കൂടെ കുരുമുളക് പൊടി തൂളാം എന്ന് വിചാരിച്ച് ഒന്ന് എരിവും ഉപ്പും ഒക്കെ ഞാനൊന്ന് നോക്കിയപ്പോൾ നല്ല എരിവുണ്ട്. നല്ല എരിവെന്ന് പറഞ്ഞാൽ പച്ചമുളക് ഇട്ടു, മുളക് പൊടി ഇട്ടു, മീറ്റ് മസാല ഇട്ടു, കുരുമുളക് പൊടി നന്നായിട്ട് ചേർത്തു, മഞ്ഞൾപ്പൊടി നന്നായിട്ട് ചേർത്തു. അപ്പോൾ ഇനിയിപ്പം കുരുമുളക് പൊടി ഇടണ്ട. ഞാൻ വിചാരിച്ചു ഇതൊന്ന് വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് തെളിഞ്ഞ് വരുമ്പോൾ ഇച്ചിരിയുടെ എണ്ണയും ഒഴിച്ച് ഇച്ചിരിയുടെ പിന്നെ മുളക് പൊടി, അതായത് കുരുമുളക് പൊടി ശകലം തൂളിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോഴത്തേനും കണ്ടമാനം പുകച്ചിലാവും. ഒത്തിരി പോകാൻ ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവില്ല. നമുക്ക് ഓവറായിട്ട് എരിവ് വന്നു കഴിഞ്ഞാലേ രുചി കിട്ടത്തില്ല. ന്യായമായ എരിവ് ഇതിന് പറ്റത്തുള്ളൂ. അതിന് കഴിക്കാനുള്ള കപ്പ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കപ്പയും കൂടെ നന്നായിട്ട് നമുക്ക് കുഴച്ച് വാങ്ങിയെടുക്കാം. കണ്ടോ ആദ്യം കണ്ട പോലെയാണോ നോക്കി. അപ്പം നല്ല സൂപ്പറായിട്ട് വെള്ളമൊക്കെ പറ്റി ഇതുണ്ട്. വെളിച്ചെണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അരപ്പൊക്കെ നന്നായിട്ട് കൂടി ആ പോട്ടിക്കകത്തേക്ക് എല്ലാ ടേസ്റ്റുകളും പിടിച്ചിട്ടുണ്ട്. മസാലയുടെ, കുരുമുളകിൻ്റെ, പിന്നെ മുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, കടുക് എല്ലാത്തിൻ്റെയും ടേസ്റ്റ് ഇറച്ചിയും വലിച്ചെടുത്തിട്ടുണ്ട്. ഇറച്ചിയിലുള്ള എല്ലാ ടേസ്റ്റുകളും വെന്ത ഇറങ്ങിയ അരപ്പാണ്. ആ അരപ്പിന് പ്രത്യേക ടേസ്റ്റുണ്ട്. കണ്ടോ നന്നായിട്ട് എണ്ണ തെളിയുന്നുണ്ടോ. സൈഡിൽ കൂടെ നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്ന ആൾക്കാണ്. ഇനി തീ ഓഫ് ചെയ്യാൻ പോവുകയാണേ. തീ വേണ്ട. ഇനി ഇടുന്നത് റെഡി ആയിക്കോളും. വെള്ളം ശരിക്ക് പറ്റിയിട്ട് ഉണങ്ങി എണ്ണമയത്തോടു കൂടി നല്ല ഫ്രൈ ആയിട്ട് കിട്ടും. ഇതുണ്ടോ കപ്പ അവിടെ ഇരുന്ന് നന്നായിട്ട് വെന്തു. ഇനി നമുക്കിതിനെ ഊറ്റി അരപ്പൊക്കെ ചേർത്ത് കുഴച്ചെടുക്കാം. അപ്പം നമ്മൾ കപ്പയൊക്കെ ഇളക്കി എടുത്തു കേട്ടോ. നന്നായിട്ട് ഇളക്കി കുഴച്ചെടുത്തിട്ടുണ്ട് കപ്പ കഴിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഇത് പപ്പയ്ക്കായിട്ട് ആദ്യം വിളമ്പി വെച്ചു. കഴിച്ച് നോക്കിയില്ല, കൊണ്ട് കൊടുക്കാൻ പോവാണ്. കഴിച്ച് നോക്കട്ടെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന്. കഴിച്ച് കഴിയുമ്പോൾ പറയാവേ. ഒന്നും പറയാനൊന്നുമില്ല. ഏറ്റവും ടേസ്റ്റുള്ള സാധനമാണ്. ഏറ്റവും രുചിയോട് കൂടി ഏറ്റവും നല്ല രീതിയിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഫുൾ സപ്പോർട്ട് തന്നെ. എല്ലാവരും കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻ്റ് എഴുതി നല്ലൊരു ഫുൾ സപ്പോർട്ട് തരണം. അതുപോലെ ഇനി അടുത്തൊരു ഇതുപോലൊരു ചെറിയ വീഡിയോയിൽ കൂടി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാവേ. സമയമുള്ളപ്പോൾ കുഞ്ഞു വീഡിയോസ് എടുക്കും, അപ്ലോഡ് ചെയ്യും. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് ഒരു അപേക്ഷയായിട്ട് പറയുകയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കേ.